സ്റ്റിച്ചിങ് തുടങ്ങാം നമുക്ക്. ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ്, അതായത് പാവാട പീസാണ്. നമ്മളിവിടെ കുറച്ച് വളച്ച് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ, കണ്ടല്ലോ എന്ന് ഇതുപോലെ വളച്ച്. അപ്പം നമുക്ക് ആദ്യം ഈ തയ്യൽ ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കാം. ഇത് നമുക്കിവിടെ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഈ സൈഡിലാക്കിയത്. കാരണം രണ്ട് സൈഡും തയ്യൽ ഒരുപാട് വരണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്കിവിടെ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നമ്മൾ ഓപ്പണാക്കി ഇട്ടേക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ദൂരമാണ് തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ വളഞ്ഞു വന്നിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ ഇനി അടുത്ത് നമ്മളിവിടെ ഒരു പീസ് വെട്ടി വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ആദ്യം പാവാട പീസാണ് തയ്ച്ച് മാറ്റുന്നത് കേട്ടോ. ഇവിടെ ഇത് കണ്ടല്ലോ, ഈ ഒരു പീസ് നമ്മൾ വെട്ടി ചെയ്തെടുത്ത് കണ്ടല്ലോ. അതിൻ്റെ നമുക്ക് നടുക്ക് ഇവിടെ ഒരു വെട്ട് കൊടുക്കാം. അപ്പോൾ ആ നടുക്ക് വെട്ടിൽ നമ്മൾ ഇത് വെച്ച് തയ്ക്കാം. ഇവിടെ ഈ എൻഡിൽ ഇത് നൂത്ത് വെച്ചിട്ട് തയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് ഒരുമാതിരി പൊങ്ങി ഇരിക്കും, എയർ ബബിൾ പോലെ. അപ്പം നമുക്കിവിടെ ഇത് വെച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് മറിച്ചടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പകുതിയിൽ അടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം പകുതിയിൽ അടിച്ചിട്ട് നമ്മൾ ഈ തുമ്പ് ഈ എൻഡിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഈ തുമ്പ് ഈ തുമ്പിൽ വരണം, എൻഡിൽ കണ്ടോ, കറക്റ്റ് ഇവിടെ എൻഡിൽ വരണം. അപ്പോൾ എൻഡിൽ വരാൻ കണക്കിന് വെച്ച് പിടിക്കണം. അപ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡും അടിച്ചെടുക്കാം. ഇത് നമ്മൾ മിഡിലിൽ പിടിച്ചാണ് അടിച്ചിട്ടുള്ളത്. ഈ തയ്യൽ തുമ്പ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് വെച്ച് അടിക്കണം. ഈ രണ്ട് സൈഡും നമ്മൾ ഈ തുമ്പിൽ കൊണ്ടുവന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിതൊന്ന് കാണാം, കണ്ടിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വരാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിത് ലോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ലോക്ക് ചെയ്ത് വെച്ചതെന്ന് വെച്ചാൽ ഇത് ഓരോ ഇങ്ങനെ കയറി വരുന്ന മോഡലാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കും, ഇടുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് ഇടുമ്പോഴും, നല്ല ഭംഗിയായിരിക്കും പിള്ളേർക്ക്. ഇവിടെ ഇങ്ങനെ കയറി വരും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സിക്സാക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വളഞ്ഞ് കിടക്കുന്നതാണ്. ഇതിങ്ങനെ ഇങ്ങനെ 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 കിടക്കും, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ പാവാട പീസ് അടിച്ചു കഴിഞ്ഞ് നമുക്കിനി ബോഡി പാർട്ട് അടിച്ചു തുടങ്ങാം കേട്ടോ. ഇതിന് നമ്മൾ കൈ വെട്ടിയിട്ടില്ല. കൈ വെട്ടാത്ത എന്തെന്ന് വെച്ചാൽ ഇതിന് കൈയില്ല. കൈ എന്ന് പറയുമ്പോൾ നമുക്കിത് ഇത് മാത്രമാണ് കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൈ വെട്ടാത്ത കേട്ടോ. ഇതാണ് കൈ കൊടുക്കുന്നത്, ഈ ലേസ് മാത്രമാണ്. അപ്പം നമുക്ക് കൈ വെട്ടാത്തത് അതുകൊണ്ടാണ് കേട്ടോ. അല്ലെ കൈ വെട്ടാത്ത എന്തെന്ന് ചോദിക്കുന്നതുകൊണ്ടാണ്. ഇതാണ് നമുക്ക് കൈക്ക് കൊടുക്കുന്നത്. കാരണം ഇത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ചെറിയ പ്രില്ല് പോലെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കൈ ഇതാണ് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കയ്യിൽ കോളറിലും ഇത് വരും. അത് ഈ ഷോൾഡർ നമ്മൾ ആദ്യം തയ്ച്ചെടുക്കണം. നമുക്ക് ഷോൾഡർ ആദ്യം തയ്ച്ചെടുക്കണം. ഷോൾഡർ തയ്ക്കാൻ അറിയാലോ, ഈ കൈക്കുഴി തന്നെ ഇവിടെ വരണം. തിരിച്ചിട്ട് കളഞ്ഞ് ഈ കോണുള്ള പീസ് ഇങ്ങോട്ടാണ്, അടുത്ത് വീണ്ടും ഇങ്ങോട്ടിട്ട് തയ്ക്കണം. നമുക്ക് ഇതിവിടെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. ഇത് നമ്മൾ ഷോൾഡർ ഇത് ലോക്ക് ചെയ്യാൻ പോയതാണ് കേട്ടോ. ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പീസ് ഇങ്ങനെ ഉണ്ടല്ലോ, ഈ പീസ് അതായത് ഈ ഫ്രണ്ട് പീസും ഈ ബാക്കിൻ്റെ കോളറുമായിട്ട് അപ്പോൾ നമ്മൾ പിടിച്ചിട്ട് ഇവിടെ ഒരു വെട്ട് കൊടുക്കാം, ഈ കോളറിൽ വെട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കഴുത്ത് നമ്മൾ പിടിച്ചിങ്ങനെ വെക്കുക. കോളർ ഏത് വരെ നമുക്ക് വേണമെന്ന് റൗണ്ട് കോളറായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ബി നെക്ക് ഏതുവരെ വരണം അതുവരെ വെച്ചൊരു കട്ട് കൊടുക്കാം. ഇതേ അളവിന് ഇവിടെ ഒരു കട്ട് കൊടുക്കാം, അതായത് ഇതിൻ്റെ അതേ അളവിന് ഇവിടെ ഒരു കട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയാണ് നമുക്ക് കോളർ വരേണ്ടത്, ഇത്രയാണ് കോളർ വരേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം. 11 ഇഞ്ചാണ് നമുക്ക് കോളർ വരേണ്ടത്. അതിൽ നമുക്ക് നെക്ക് വരേണ്ടത് 7 ഇഞ്ചാണ്. 7 ഇഞ്ച് നെക്ക് വരണം, ബാക്കി ബാക്ക് നെക്കാണ്. അപ്പോൾ നമുക്ക് 11 ഇഞ്ച്. അപ്പോൾ 22 ഇഞ്ച് ടോട്ടൽ 22 ഇഞ്ച് കോളർ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. 22 ഇഞ്ച് കോളർ ഞാനവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് വന്നാൽ നിങ്ങളങ്ങനെ പഠിക്കുമല്ലേ. അപ്പം ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. അത് അവിടെ വെട്ടിക്കിട്ട ഒരു പീസ് കിടന്നു. ഇതിന് നമുക്കെടുത്ത് ക്രോസ് ആയിട്ട് വെട്ടണം. ക്രോസ് എന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ കോണായിട്ട് പിടിച്ചിട്ട് നമ്മൾ ഈ മുക്കുമായിട്ട് പിടിക്കണം. എന്നിട്ട് നമുക്ക് നോക്കാം ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന്. ഇത് ഞാൻ അവിടെ നിന്ന് അളന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. 12 ഇഞ്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ പീസ് എടുത്തിട്ട് വന്നത്. എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ പറയുന്നു, ഇതൊരു 12 ഇഞ്ചുണ്ട്. അപ്പം നമ്മൾ 12 ഇഞ്ച് നമുക്കൊരു 11 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. 11 ഇഞ്ച് ഇവിടെ നിന്നൊരു 4 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. അതായത് ഇവിടെ ഒരു 4 ഇഞ്ച്, ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു 4 ഇഞ്ച്, അത് നമുക്ക് മടക്കി വയ്ക്കാനുള്ളത് കേട്ടോ. അപ്പം നമുക്കിവിടെ ഈ കോണ് ഇതുപോലെ തന്നെ വെട്ടിയെടുക്കാം, റൗണ്ടായിട്ട് വെട്ടിയെടുക്കാം.
അതായത് നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കോളർ വെട്ടിയെടുക്കുക. കണ്ടോ, ഇത് ക്രോസ് ആണ് കേട്ടോ, ഫ്ലെക്സിബിൾ ആവും. നമ്മൾ വലിച്ചു പിടിക്കരുത്, ഫ്ലെക്സിബിൾ ആവും. ഇത് ക്രോസ് ആണ്, നമുക്ക് ഇങ്ങനെയാണ് വെട്ടിയെടുക്കേണ്ട. കണ്ടോ, ഇങ്ങനെ 4 ഇഞ്ച് ഇവിടെ വീതി, ഇവിടുത്തെ വീതി 4 ഇഞ്ച്, ഇവിടുത്തെ വീതി 4 ഇഞ്ച് കുറഞ്ഞ് നമുക്കിതുപോലെ ഈ ഷേപ്പിൽ വരണം നമുക്ക് കോളർ കേട്ടോ. ഇത് ഷേപ്പ് ഒരേപോലെയാണ്, മടക്കി വെച്ചപ്പോൾ നൂന്നതാണ്. നമുക്കിങ്ങനെ ഒരേ ഷേപ്പിൽ വരണം. ഇതിന് ക്യാൻവാസ് ഒന്നും വേണ്ട, കാരണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് അങ്ങ് മടക്കിയിട്ടാൽ മതി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ ലേസ് പിടിപ്പിക്കണം. ഈ ലേസ് നമുക്ക് പിടിപ്പിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ലേസ് പിടിപ്പിക്കാൻ ഇത് തയ്ച്ചെടുത്തതിന് ശേഷമാണ് പിടിപ്പിക്കാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ നിന്ന് തയ്ച്ചെടുക്കാം. ഇതിൻ്റെ ഈ മുക്കിൽ നിന്ന് ഒരടി കൊടുക്കണം. നമ്മൾ ഇത് ഫുള്ളായിട്ട് മടിച്ച് വയ്ക്കുക. അപ്പോൾ ഒരു സൈഡ് തയ്യലില്ല കേട്ടോ, മടക്കിയെടുത്താൽ മതി. ഈ സൈഡ് നമുക്ക് തയ്യലില്ല, അപ്പോൾ ഈ സൈഡാണ് നമുക്ക് തയ്യലുള്ളത്. ഇതാണ് ഉടുപ്പിൽ വെച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ കോളർ വെച്ച് പിടിപ്പിക്കാം. ഈ കോളർ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ഇതൊന്ന് തേച്ചെടുക്കാം. ഇതൊന്ന് ചുരുങ്ങിപ്പോയി കേട്ടോ, തയ്ക്കാനുള്ളതാണ് കേട്ടോ. നമുക്കൊന്ന് ഈ വളഞ്ഞ ഭാഗം തയ്ച്ചെടുക്കാം. ഇത് നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ടോ, ഇതേപോലെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ മടക്കി വരുന്ന ഭാഗം മാത്രം നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് ഉള്ളിൽ പോകും കേട്ടോ. ഈ മടങ്ങി വരുന്ന ഭാഗം ഞാൻ നോക്കിയാൽ മതി. ഈ സൈഡ് നമുക്ക് നോക്കണ്ട, കാരണം എന്ന് വെച്ചാൽ അത് നമ്മുടെ കഴുത്ത് മടക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകും. കാരണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡ് നമുക്ക് ഇങ്ങനെയാണ് വരണം, ഇതുപോലെ വരും. അതായത് കോളർ നമുക്ക് അടിച്ചു വരുമ്പോൾ ഇതുപോലെ വരും, ഇങ്ങനെ വരും കേട്ടോ. ഈ കഴുത്തിൽ ഒരു സൈഡ് മതി, ഒരു സൈഡ് ചെറുതും ഒരു സൈഡ് വലുതുമാക്കിയാണ് വരാട്ടോ. നമ്മൾ നേരത്തെ ഒരു തുണി വെച്ച് ചുറ്റി അടിച്ചെടുത്തതുപോലെ ഇത് തയ്യൽ ഇതിന് നമ്മൾ അടിച്ചെടുക്കേണ്ടത് ഇത് മുകളിലോട്ടിട്ടാണ്. ഇത് തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്ത് വെച്ചാണ് അടിക്കേണ്ടത് കേട്ടോ. നമുക്ക് ഇനി വേണമെങ്കിൽ കവർ ചെയ്ത് അടിക്കാം, പക്ഷേ എനിക്ക് ഇവിടെ നിന്നേ ഒരു പീസ് വെച്ച് അടിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിക്കുന്നത്. ഇത് ഇവിടെ ഒരു കൊട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ കഴുത്തിൻ്റെ അടിയിൽ പോകുന്ന പാർട്ടില്ലേ, അവിടെ നിന്ന് നമ്മൾ അടിച്ച് തുടങ്ങുന്നുണ്ട്. കണ്ടോ, തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും. അതായത് ഒരു ഭാഗം ഇറങ്ങിയും ഒരു ഭാഗം കയറിയിരിക്കും. അകത്ത് വരുന്ന പീസ് ഇത്രേ കാണത്തുള്ളൂ കേട്ടോ, ഇത്രേ കാണത്തുള്ളൂ. മുകളിൽ വരുന്ന പീസ് കുറച്ച് എക്സ്ട്രാ കിടക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു പീസ് വെച്ച് ഇവിടെ തൊട്ട് അങ്ങറ്റം വരെ അടിച്ച് മറിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഒരു പീസ് ഒറ്റ പീസിലേക്ക് കിട്ടി കേട്ടോ. പാവാട ആ പീസ് വെട്ടിയെടുത്തത് ക്രോസ് പീസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒറ്റ പീസിൽ കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് 2 പീസ് ജോയിൻ ചെയ്തെടുക്കാം, അത് വിഷയമല്ല. ക്രോസ് പീസ് വേണമെങ്കിൽ ഒട്ടിക്കുന്ന ക്യാൻവാസ് കിട്ടും കേട്ടോ. അത് വാങ്ങിച്ചിട്ട് ഇതിൽ കൂടെ വെച്ച് അടിച്ചിട്ട് ഒട്ടിച്ചെടുത്താൽ മതി, തേച്ചൊട്ടിച്ചാൽ മതി. നല്ല ഫിനിഷായിട്ടിരിക്കും, തയ്യലൊന്നും വെളിയിൽ കാണത്തില്ല. മടക്കി അടിച്ചെടുക്കണം. പക്ഷേ ഇതിപ്പോൾ എന്നാലും നമുക്കിവിടെ ഒരു പീസ് വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിച്ചെടുക്കുന്നതായിരിക്കും സൗകര്യം കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് നമുക്ക് തിരിച്ച് മറിച്ചടിക്കുമ്പം കോളറിൽ ഇതുപോലെ ഇരിക്കും. അപ്പം നമുക്ക് കോളർ ഇങ്ങോട്ട് മടക്കി വയ്ക്കാം. കണ്ടല്ലോ. അപ്പം നമുക്കിങ്ങനെ ഇങ്ങറ്റം വരെ നമുക്ക് എന്തായാലും വേണം. അപ്പം നമുക്കിത് ഒരടി അടിച്ച് ഇതിൻ്റെ തയ്യൽ തുമ്പ് ചേർത്ത് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരടി അടിച്ചു കൊടുക്കാം. നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്കിനി കഴുത്തേലിടുകയോ മിഷ്യൻ അടിക്കുകയോ ഒക്കെ ചെയ്ത്. ഇപ്പോൾ സെയിം കളർ നൂലായതുകൊണ്ട് ഞാൻ മിഷ്യൻ അടിച്ച് പോകണം. എനിക്ക് കഴുത്തിൻ്റെ ഭയങ്കര മടിയാണ്. ഇത് കഴുത്തിൻ്റെ ഭയങ്കര മടി. ഈ പീസ് അടിച്ചെടുത്തിട്ടുണ്ട്. തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. കൈത്തേലിടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. നമ്മൾ തേച്ച് വിട്ടാൽ മതി. നല്ല ഫിനിഷായിട്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് തേച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇതൊന്ന് തേച്ചെടുത്തിട്ട് വരാം. ഞാൻ തുണി വെച്ച് മറിച്ച് പീസ് വെച്ച് അടിച്ചിട്ടുള്ളതാണ്.
കണ്ടോ കൈത്തയിൽ അറിയത്തില്ല, സെയിം കളർ നൂലിട്ട് അടിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അപ്പം നമുക്ക് ഈ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണത്തില്ല. കണ്ടോ, ഇത് നമുക്കിവിടെ നോക്കണ്ട, ഇവിടെ മടക്കി വയ്ക്കാനുള്ളതാണ് ഇങ്ങനെ. അപ്പം നമുക്ക് ഈ ഫ്രണ്ട് മാത്രം ഇവിടെ മാത്രം വന്നാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഇത് ഉള്ളിലോട്ടങ്ങ് പോകും കേട്ടോ. വീതി നമുക്ക് അല്ലെങ്കിൽ കുറവാണ്, അത്രയും ലേസി ഉണ്ട്. അപ്പം നമുക്കത് ഇങ്ങനെ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. ഇത് ഇപ്പം നമുക്ക് തയ്ച്ചെടുക്കേണ്ടത് നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് ഇവിടെ നിന്ന് പിടിക്കുക. ഇവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഈ പീസ് നമുക്കറിയാമല്ലോ 5 ഇഞ്ച് കൂടുതലിട്ടാണ് നമ്മൾ തയ്ച്ചിട്ടുള്ളത് അല്ലേ, 5 ഇഞ്ച് കൂടുതൽ. നിങ്ങൾ ഇവിടുത്തെ കഴുത്ത് നോക്കണം. ഈ കഴുത്ത് നമുക്ക് ഏത് കഴുത്താണോ ചെറുത് പറഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോകണം. നീളമുള്ള കഴുത്ത്, അതായത് ഈ ലേസിൻ്റെ ഭാഗം കുറച്ച് നീണ്ടിരിക്കുന്ന ഭാഗത്തോട്ട് അത് ഫ്രണ്ടിൽ വരണം കേട്ടോ. അപ്പം നമുക്കിങ്ങനെ ഇത് നമുക്ക് 5 5 10 വരണം. അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 5 5 10 വീതം 10 ഇഞ്ച് നമുക്ക് അകത്തേക്കാക്കണം. ടോട്ടൽ 10 ഇഞ്ച്. അപ്പം അറിയാമല്ലോ 5 ഇഞ്ച് ഇതിലും 5 ഇഞ്ച് ഇതിലും ചേർത്താണ് വരുന്നത്. അപ്പം ടോട്ടൽ 10 ഇഞ്ച് ഉള്ളിലാക്കി നമ്മൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തയ്ച്ചാൽ നിങ്ങൾക്ക് പിന്നെ വണ്ണം കൂട്ടണമെങ്കിൽ ഇതിനെ പൊളിച്ചിട്ട് കുറച്ചും കൂടെ നീട്ടി കൊടുക്കുക. 2 പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി കൊടുത്താൽ വണ്ണം കിട്ടും. പിന്നെ വണ്ണമൊന്നും ഇല്ലാത്തത് കൊണ്ട് കഴുത്തൊന്നും ഒരുപാട് ഇറക്കണ്ട, അത്യാവശ്യം കഴുത്തിറക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് 2 ഡാട്ട് എടുക്കാം. 2 ഡാട്ടിട്ട് എടുക്കണം. ഡാട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഒരു 5 ഇഞ്ച് നീളം ഇട്ടാൽ മതി. 5 ഇഞ്ച് നീളത്തിന് ഡാട്ട് എടുത്താൽ മതി. 5 ഇഞ്ചിൽ കൂടുതൽ വേണ്ട, 4 ഇഞ്ച് 5 ഇഞ്ച് അങ്ങനെ അത്രയൊക്കെ മതി. ഇതുപോലെ 2 ഡാട്ട് എടുത്ത് കണ്ടല്ലോ, 2 ഡാട്ട് എടുത്തിട്ട് നമ്മൾ തേച്ച് വിടുമ്പോൾ ഇത് കറക്റ്റായിരിക്കും. പിന്നെ നമുക്ക് ഇതാകണ്ടോ ഇത്ര ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ കിട്ടും. നമുക്കിതിന് കൈ തയ്ക്കണം അല്ലേ. നമ്മുടെ പീസിൽ കുറച്ച് ഇങ്ങനെ സിബിടാൻ വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയാമല്ലോ, ഇതിൻ്റെ ഇടുപ്പ് വണ്ണം ചിലപ്പോൾ കയറിയില്ല എങ്കിൽ നമ്മൾ ഇവിടെ തൊട്ട് ഇതുവരെ അടിച്ചിട്ട് ആ പാവാട പീസിൻ്റെ കൂടെ ഈ സൈഡിൽ ഒരു സിബ് വെച്ച് കൊടുത്താൽ നമുക്ക് ഇടാൻ എളുപ്പമായിരിക്കും കേട്ടോ. അവിടെ ഒരു സിബിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിതിൻ്റെ കൈ തയ്ച്ചെടുക്കാം. കൈ എന്ന് പറഞ്ഞാൽ ഈ സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ കൈക്ക്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഇവിടെ ഒരു ചെറിയ പീസ് വെച്ച് നമുക്ക് അടിച്ചു കൊടുക്കാം. അത് ക്രോസ് പീസ് എടുക്കണം. കൈക്കുഴി അടിച്ചതിന് ശേഷമാണ് നമുക്ക് ഇത് വെച്ച് അടിക്കേണ്ടത്. നമുക്ക് മടക്കി അടിച്ചാലും മതി, പക്ഷെ ഒരു തുണി വെച്ച് മറിച്ചടിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരിക്കും, നീറ്റായിട്ടിരിക്കും. എന്നിട്ട് നമ്മളിത് വെച്ച് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ കഴിക്കാൻ. ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു അടി അടിച്ചിട്ട് നമ്മൾ മറിച്ചിട്ട് മടക്കി അടിച്ച് വെക്കണം. ഏതാണ്ട് ഇവിടെ സൈഡ് അടിച്ചിട്ടില്ല കേട്ടോ. ഇതിനെ ഒരു മടക്ക് മടക്കിയിട്ട് ഒരു മടക്ക് വെച്ച് അങ്ങ് അടിച്ചാൽ മതി. നമ്മളിങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായി കിട്ടും. വേണ്ട, നമ്മളിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട്. ഈ പട്ട ഈ സൈഡ് കൈക്കുഴി ഇതുപോലെ തുണി വെച്ച് മറിച്ചെടുത്തെടുക്കും. നല്ല നീറ്റായിട്ട് ഒറ്റയടിയേ ഉള്ളൂ കേട്ടോ, ഒറ്റയടിയേ ഉള്ളൂ. തേച്ചിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിനെടുക്കാം. ഇതിൽ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കണം, അതായത് കുഞ്ഞ് പ്ലേറ്റ്. ഇതിൻ്റെ കണ്ടോ, ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വളമുണ്ട്, പക്ഷേ ഈ സൈഡാണ് വെളിയിൽ വരാത്തൊക്കെ, ഇത് കൈക്കുഴിയിൽ പോകണം. അപ്പം നമുക്ക് ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ചെറിയ പ്ലേറ്റ് ഇതുപോലെ നമ്മൾ പ്ലേറ്റ് എടുത്ത് കണ്ടല്ലോ, പ്ലേറ്റ് എടുത്ത് ഇനി നമുക്ക് ഇതിന് കയ്യിൽ വെച്ച് ഫിറ്റ് ചെയ്യാം. കൈക്ക് നമുക്കിവിടെ നിന്ന് അടിച്ചങ്ങ് പോയാൽ മതി. അതിന് നമ്മൾ കട്ട് ചെയ്യാനൊന്നുമില്ല, പക്ഷെ അടിച്ച് പോകുമ്പോൾ ഇതിൻ്റെ എൻഡ് വരുന്ന ഭാഗത്ത് നമ്മളിത്തിരി സൂക്ഷിച്ചടിക്കുന്നുണ്ട്. ഇത് മുകളിൽ വെച്ചാൽ അടിക്കേണ്ട കേട്ടോ. ഇത് നമുക്ക് വെട്ടിക്കളയാനുള്ളതല്ല, ഈ ഭാഗം മുകളിലായിട്ടാണ് അടിക്കേണ്ടത്. ഇതിൻ്റെ അകവും പുറമുണ്ട് കേട്ടോ, ഷൈനിങ്ങുള്ള ഭാഗമാണ് എടുത്തെടുക്കണം മുകൾ വശം. ഇതുപോലെ നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് ഇതാണ് ഇതിൻ്റെ കൈ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് കേട്ടോ ഇത്. നിങ്ങളിത് കണ്ടല്ലോ, ഇവിടെ നമുക്ക് ഫ്രില്ലാണ് വരുന്നത്. ഇതുപോലെ ഇവിടെ വരുമ്പോൾ ഈ കോളറ് അകത്തെ കോളർ ചെറുതും
ഈ ലേസ് കോളർ വരുന്നത് ഫ്രണ്ടിലോട്ട് മുകൾ വശം വരുന്ന, അതായത് ഈ കാണുന്ന വശത്തുള്ളത് കോളർ ഇങ്ങനെ വലുതാക്കിയിരിക്കുക. എന്നിട്ട് നമ്മളിവിടെ 2 ബട്ടൺ കൊടുക്കണം, പ്രസ് ബട്ടൺ അകത്ത് മാത്രം. ഇവിടെ നിന്ന് ഇതുവരെ നമുക്ക് അടിച്ചു പോവാം. ഇവിടെ ഒരു ബട്ടൺ കൊടുക്കണം, കാരണം ഒരുപാട് വലിയ കുട്ടിക്കല്ല, വണ്ണം കുറഞ്ഞൊരു കുട്ടിക്കാണ്. അപ്പോൾ തല കയറാൻ കണക്കിന് നമ്മളൊന്ന് അടിച്ചു പോകണം. കണ്ട, ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ടാണ് ഈ ഇരിക്കുന്നത്. ഇത് ബോഡി പാർട്ടാണ്. ഇനി ഇതിൻ്റെ പാവാടയും കൂടെ അടിച്ചെടുക്കണം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ മോഡൽ. നല്ലൊരു മോഡലാണ് കേട്ടോ, നല്ല രസമുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ മോഡലാണ്, നല്ല ഭംഗിയായിരിക്കും. അടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ സൈഡും അടിച്ച് പാവാട പീസ് ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അടിച്ചെടുത്തപ്പോൾ കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡ് പാവാടയിൽ നമ്മൾ ഒരു സൈഡ് കുറച്ച് സിബിടാൻ വേണ്ടി ഇട്ടുള്ളൂ അല്ലേ. ഈ ഇങ്ങനെയുള്ള ഉടുപ്പ് അടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തലയിൽ കൂടെ ഇട്ടാൽ ഈ സൈഡ് അത്രയും നല്ല ടൈറ്റായി വരുമ്പോൾ കയറത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, സൈഡിലൊരു സിപ്പ് വെച്ച് കൊടുക്കണം. അപ്പോഴും നമുക്ക് ഇടാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ദൂരം ഓപ്പൺ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഓപ്പൺ ഇട്ടിട്ടുണ്ട്. ഈ പാവാടയിലും ഓപ്പൺ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഓപ്പൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ യോജിപ്പിക്കാം. രണ്ടിലും കൂടെ ഓപ്പണിൻ്റെ ഭാഗത്ത് യോജിപ്പിച്ച് കൊടുക്കാൻ നമുക്ക് അവിടെ സിപ്പ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മളിത് ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയൊരു സിപ്പ് കൊടുത്താൽ കേട്ടോ സൈഡിൽ, കാരണം ഈ കട്ടിൻ്റെ ഭാഗം വരുമ്പം താഴോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ മാത്രം ചെറിയൊരു സിപ്പ് ഘടിപ്പിച്ച് കൊടുക്കുക. ഇത് ഇവിടെ ഇത്രയും ദൂരം ചെറിയൊരു സിപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇത്രയും ദൂരം ഒരു ചെറിയ സിപ്പ് പിടിപ്പിച്ച് കൊടുത്താൽ മതി. ഞാൻ സിപ്പ് ഇട്ട് കാണിച്ചു തരാം. ഈ സിക്സാക്ക് ചെയ്തെടുക്കണം. ഇത് സിക്സാക്ക് ചെയ്തിട്ട് ഞാൻ നോക്കാം കേട്ടോ. സിപ്പ് വയ്ക്കാൻ അറിയാല്ല, ബൂട്ടൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഇൻവിസിബിൾ സിബ് ഇടുമ്പോൾ നമുക്ക് ബൂട്ട് മാറ്റി കൊടുക്കണം. ഈ ബൂട്ട് അടിക്കാൻ പറ്റത്തില്ല, ഈ വൺ സൈഡ് ബൂട്ട് കേട്ടോ. ഈ സിബ് നമുക്ക് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. സിബ് അടിക്കുമ്പോൾ നമുക്ക് താഴോട്ട് ഓപ്പൺ ചെയ്യാൻ കണക്കിനാണ് അടിക്കാൻ പറ്റും. അകത്തെ വശത്തൂടെ അടിച്ച് നിങ്ങൾക്ക് ഈ സിബ് അടിക്കാൻ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു, ബൂട്ടിട്ട് അടിക്കാനായിട്ട്. എന്നാലും നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. നമുക്ക് സിബ് ഇവിടെ ഇതിൻ്റെ എൻഡിൽ നിന്ന് തുടങ്ങണം കേട്ടോ. ഈ ബൂട്ടിട്ട് അടിച്ചിട്ട് നമ്മളിതിൻ്റെ എൻഡിലൂടെ അടിക്കണം. സിബ് ഇടുമ്പോൾ നിങ്ങൾ 2 സൈഡും ഒരുപോലെ പിടിച്ചടിക്കണം കേട്ടോ, അല്ലെങ്കിൽ സിബ് ഇടാൻ പറ്റത്തില്ല. നമ്മൾ സിബ് ഇട്ട് അടിച്ചെടുക്കണം കേട്ടോ. ഈ സിബ് ഇതിൻ്റെ സൈഡിൽ കൂടെ അടിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിനകത്തൂടെ കാണാൻ പറ്റും. അത് കളർ സെയിം അല്ല, ഒരല്പം വ്യത്യാസമുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ വേറെ കൊണ്ടുവന്നില്ല, സിബിൻ്റെ കാര്യം ഞാൻ ഓർത്തില്ല. അപ്പം ഞാൻ ഇവിടെ ഉള്ള സിബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എനിക്കിനി ഒരെണ്ണം കൂടെ തയ്ക്കാനും ഉണ്ട്, പക്ഷേ ഉറക്കം വരുന്നുണ്ട്. കട്ടിയിൽ വെച്ചിട്ട് കിടക്കാം, രാവിലെ വെച്ച് വയ്ക്കാം. കണ്ട, ഇത് നമുക്ക് ആദ്യം കാണാൻ പറ്റത്തില്ല. സിബ് എൻ്റെ ഒരു തയ്യലൂടെ തയ്ച്ചു കഴിഞ്ഞാൽ ഒട്ടും കാണാൻ പറ്റത്തില്ല. ഞാനിതിൻ്റെ സിക്സാക്ക് ചെയ്തിട്ടില്ല, കാരണം ഇത് കടയിൽ കൊണ്ടുപോയിട്ട് സിക്സാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ, സിക്സാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് സിക്സാക്ക് കൂടെ ചെയ്താലേ ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് ശരിക്കും അഗ്രഗ മോഡൽ ടോപ്പാണ്. ഇതുപോലെയാണ് സാധാരണ ആ ടോപ്പിൻ്റെ യോക്ക് പാർട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ മോഡല് എങ്ങനെ യോക്ക് പാർട്ട് ഇട്ട് തയ്ക്കാമെന്ന് ആണ് വേണ്ടതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഈ പാവാട പീസ് കട്ട് ചെയ്യുന്നൊന്ന് കാണിച്ചതേ ഉള്ളൂ. ശരിക്കും ഇതാണ് അഗ്രഗ മോഡൽ. നമ്മൾ കട്ട് ചെയ്തിട്ട് താഴോട്ട് പ്ലീറ്റ് വെച്ചിട്ട് ഫ്ലെയർ അടിക്കാം. ഇതുപോലെ പല മോഡലും അടിക്കാം. ഇത് കണ്ടോ, നല്ലൊരു മോഡലാണ് കണ്ടോ. ഇത് എൻ്റെ അത്ര വണ്ണമുള്ളൊരു കൊച്ചിനല്ല, പക്ഷേ 34 ഇഞ്ച് വണ്ണമാണ് വേണ്ടത്. ഞാൻ 36 ഇഞ്ചിട്ട് അടിച്ചിട്ടുണ്ട്, കാരണം എനിക്കൊന്ന് നിങ്ങളെ ഇട്ട് കാണിക്കാൻ വേണ്ടി 36 ഇഞ്ചിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് 34,
54 ഈ വണ്ണം. പക്ഷെ ഞാൻ 2 ഇഞ്ചിന് എനിക്ക് ഒന്നിന്ന് അടിച്ച് കുറയ്ക്കണം. ഇത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എല്ലാ ഡ്രസ്സും നിങ്ങളെ കാണിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ഞാനിത് തയ്ച്ചെടുക്കുന്നുണ്ട്, എങ്ങനെയാണോ ഇടാൻ കൊള്ളാമോ, ടോപ്പായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് കാണും. അപ്പോൾ അതിനൊന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവും ഞാൻ അടിച്ചെടുത്തിട്ടുണ്ടല്ലോ. നല്ല ഒരു ടോപ്പാണ് കേട്ടോ. നല്ല സിമ്പിൾ കളറാണ്. ഇതുപോലെ ഒഴുകി കിടക്കുന്ന തുണികളാണ് ഈ ടോപ്പിന് ബെറ്റർ കേട്ടോ. പക്ഷേ ഞാനിതിൻ്റെ പാവാട പാർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു തുണിയിൽ ഇതിൻ്റെ കറക്റ്റ് അളവും ഇതിൻ്റെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ പാവാട പാർട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കുറച്ചൊക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇതിങ്ങനെ ഇവിടെ ഞാനൊരു അടുപ്പ് കുത്തിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ സിക്സാക്ക് ചെയ്തിട്ടില്ല കേട്ടോ. കടയിൽ കൊണ്ടുവന്നാണ് സിക്സാക്ക് ചെയ്യാനുള്ളത്. ഇതിൻ്റെ കണ്ടോ, ഞാൻ വിളിമ്പൊന്നും അടിച്ചിട്ടില്ല. സിക്സാക്ക് ചെയ്യാൻ ഇനി കടയിലെ മെഷീനുള്ളൂ. കണ്ടോ, നല്ലൊരു പ്ലെയർ മോഡലാണ്. കണ്ടോ, ഇവിടെ കുറച്ച് പൊങ്ങിയാണ് നിൽക്കുന്ന ഈ മോഡൽ. ഇന്നലെ പൊങ്ങി വന്നിട്ട് ഇങ്ങനെ നമ്മൾ സിക്സാക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, ഇവിടെ നല്ല പ്ലെയർ പീസാണ്. അത് റൗണ്ട് വെട്ടുന്നതുകൊണ്ടാണ് ഈ പ്ലെയർ പീസിൽ കിടക്കുന്നത്. കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. സിക്സാക്ക് ചെയ്യുന്നതാണ്. ഇതാണ് സിക്സാക്ക്. സിക്സാക്ക് ചെയ്യുന്ന ബൂട്ട് ഇതാണ്. സിക്സാക്ക് ചെയ്യേണ്ട ഇടേണ്ട ഇതിപ്പോൾ 0-യിലാണ് കിടക്കുന്നത്. 0-യിലാണ് നമുക്കിത് കിടക്കുന്നുണ്ട്. ഇത് 0-യിലോട്ടാണ് ഞാൻ അടിക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ല ടൈറ്റ് ആയിരിക്കും. 0-യിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂല് നല്ല ടൈറ്റ് ആയിരിക്കും. 1-ലിട്ട് കഴിഞ്ഞാൽ അകലം കൂടി സ്റ്റിച്ച് വരും. നമുക്കിവിടെ ഇതിലാണ് ഇട്ടുന്നത്. കണ്ടല്ലോ, ഈ നമ്പറിലാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് സിക്സാക്ക് ചെയ്യുന്നുണ്ട്. ബൂട്ട് മാറ്റിയിട്ടുണ്ട്. സിക്സാക്ക് ചെയ്യുന്ന ബൂട്ടാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ പിടിച്ചു കൊടുക്കാൻ ഒന്ന് വളഞ്ഞ് നമ്മളിവിടെ കയറ്റി. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ത്രെഡ് ഇട്ട് കൊടുക്കാം. അതാണ് ഇത് അടിച്ചു തരണോ. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ അടിച്ചു തരും. നല്ല ഇതിങ്ങനെ അടിക്കുമ്പോൾ പൊളിഞ്ഞ് പോകത്തുമില്ല. നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നമ്മൾ സിക്സാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് സിക്സാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നല്ല സിക്സാക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള ഒരു ടോപ്പാണിത് കേട്ടോ. ഞാനിത് ഇട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ എന്ന് പറയുമ്പോൾ അത് സിക്സാക്ക് ചെയ്തിട്ടില്ല, തേച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇട്ടാണ് ഇത്. കണ്ട നല്ല ഭംഗിയായിട്ട് നല്ലൊരു ടോപ്പാണ് കേട്ടോ. നല്ല സൂപ്പർ ഒരു നല്ല കുഞ്ഞൻ ടോപ്പ്. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല പ്ലെയറും ഉണ്ട്. ഒരു സൈഡ് നല്ല പ്ലെയറാണ്, ഒരു സൈഡ് കയറിയാണ് വരുന്നത്. ഈ സൈഡും പ്ലെയറാണ്, പക്ഷേ ഇതുപോലെ വരത്തില്ല. കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.